വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പിണറായി 2.0 കിടിലനാണ്, കിടികിടിലനാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനിത് പറഞ്ഞില്ല എങ്കിൽ എന്നെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. പിണറായി സഖാവേ, വാട്ട് എ പെർഫോമൻസ്! ഇങ്ങനെയാവണം ഒരു സർക്കാർ. ആ സർക്കാർ രൂപീകരണത്തിൽ ഇടതുപക്ഷം കൈക്കൊണ്ട നടപടികളുണ്ടല്ലോ, കേരള സമൂഹത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. എന്തൊരു നീക്കമാണ്! കഴിഞ്ഞ മന്ത്രിസഭയിലെ എല്ലാ ആളുകളെയും പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു. എന്നിട്ട് പാർട്ടി പുതിയ മുഖങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് പാർട്ടി പറയുകയാണ്, വ്യക്തികളല്ല, വ്യക്തികൾക്ക് ചരിത്രത്തിൽ ചില സൂചനകൾ ഉണ്ടാക്കിയിട്ട് മടങ്ങാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് പാർട്ടിയുടെ ഒരു പ്രതീകം മാത്രമാണ് വ്യക്തികൾ. ബാക്കിയെല്ലാം പാർട്ടിയാണ്. പാർട്ടിയുടെ കൈകളിലാണ് എല്ലാം ഉള്ളത്. ആര് വേണമെന്ന് പാർട്ടി തീരുമാനിക്കും. ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. മാതൃകയല്ലേ ഇത്? പുതിയ മുഖങ്ങളെ കൊണ്ടുവരുന്നു. മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കും. മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയപ്പോൾ ചില ആളുകൾ പറഞ്ഞത് അയാളുടെ അമ്മായച്ചനാണല്ലോ പിണറായി എന്ന്. ഈ പാർട്ടി വേറെയാണ്, ഈ സർക്കാർ വേറെയാണ്. ഇത് പറയുമ്പോൾ ഖാദർ കരിപ്പൊടിക്ക് ഇടതുപക്ഷവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചില ആളുകൾ സംശയിക്കും. ഞാൻ എടുത്തു പറയുന്നു, ഒരു ബന്ധവുമില്ല. നേതാക്കളുമായിട്ട് ചിലപ്പോൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ പാർട്ടിയുമായിട്ട് ഖാദറിന് ഒരു അംഗത്വം പോലുമില്ല. പക്ഷെ പറയുകയാണ്, ഇതാണ് നീക്കം. മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് പിണറായി അദ്ദേഹത്തിന്റെ അമ്മായി അച്ഛനായതുകൊണ്ടല്ല, അദ്ദേഹം വന്ന വഴികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ്. അദ്ദേഹം വന്ന വഴികൾ അങ്ങനെയായിരുന്നു. പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറായ ഒരു സഖാവാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പും അദ്ദേഹത്തിന് പരിചയമുള്ള മേഖല തന്നെയാണ്. സവാഷ്, കിടിലൻ. അടുത്തത് ഞെട്ടിപ്പിക്കുന്നതാണ്. ആരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ശൈലജയെ മാറ്റിയപ്പോൾ കേരളം ഞെട്ടിയിരുന്നു. ശൈലജയെ പോലെയുള്ള ഒരു ധീരയായ, കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ടീച്ചറമ്മ എന്ന് വിളിപ്പേരുള്ള, നമ്മുടെയൊക്കെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ടുള്ള ഒരാളെ മാറ്റിയത് നല്ല തീരുമാനമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു, കിടിലൻ തീരുമാനം. അങ്ങനെ തന്നെ വേണം. കാരണം ഇവിടെ ഇടതുപക്ഷം പഠിപ്പിക്കുന്നത് വ്യക്തികൾ ഒരു പ്രതീകം മാത്രമാണ്. യഥാർത്ഥത്തിൽ പാർട്ടിയാണ് വലുത്. പാർട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വ്യക്തികൾ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ രാജാവുണ്ടാകും. രാജാവുണ്ടായിക്കഴിഞ്ഞാൽ മറ്റു ചിലർ പ്രജകളാകും, രാജാവിന് കീഴിലുള്ള ആളുകളായി മാറും. അതല്ല ശരി. മറിച്ച് പാർട്ടിയാണ്. പാർട്ടിയുടെ പ്രോട്ടോകോളുകൾ ഇങ്ങനെയാണ്. ഈ പ്രോട്ടോകോളിലെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചറമ്മ എന്നുള്ളത് ഒരു പ്രതീകമാണ്. ടീച്ചറമ്മ ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാക്കിയതിനു ശേഷം മടങ്ങിപ്പോകുന്നു. പിന്നീട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പാർട്ടി തന്നെയാണ്. ദാ ഇപ്പോൾ പാർട്ടിയുടെ കിടിലൻ നീക്കം. വീണ ജോർജ് ഒരു പുലിക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആരോഗ്യമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ദാ വിളിച്ചോളൂ, അടുത്ത നിങ്ങളുടെ ടീച്ചറമ്മയെന്നോ അടുത്ത നിങ്ങളുടെ സഹോദരിയെന്നോ ആരെ വേണമെങ്കിലും നിങ്ങൾ ഈ സ്ത്രീയിൽ കണ്ടോളൂ. ഇനി ഈ സ്ത്രീയാണ് നിങ്ങളുടെ ആരോഗ്യരംഗം നോക്കുന്നത്. എനിക്കേറെ വിഷമമുണ്ടായ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒരു സ്ത്രീയെ മാറ്റി എന്നുള്ളതാണ്. കാരണം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകുക തന്നെ വേണം. പക്ഷെ ആ ആരോഗ്യമന്ത്രി സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന് തന്നെ നിർത്തിയിട്ട് ആ വിടവ് നികത്താൻ സാധിക്കുമെന്ന് പിണറായി 2.0 തെളിയിക്കുമ്പോൾ ഞാൻ പറയുന്നു, എന്തിനൻ 2.0 ഒന്നുമല്ല എന്ന്. കാരണം അതൊക്കെ ഒരു സിനിമയാണ്. പക്ഷെ ഇത് ജീവിതമാണ്. ഇവിടെയാണ് മാസ് കാണിക്കേണ്ടത്. സിനിമയിൽ മാസ് കാണിക്കാൻ അതിനു വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ടാകും. പക്ഷേ ജീവിതത്തിൽ മാസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ നടത്തേണ്ടതുണ്ട്. സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നടത്തിയ നീക്കങ്ങൾ കണ്ടില്ലേ? ധനമന്ത്രി പളനിവേൽ ത്യാഗരാജ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനെ കൊണ്ടുവന്നിട്ട് തന്നെ ധനമന്ത്രിയാക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. വീണ ജോർജ് എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഒരുപാട് നേട്ടങ്ങൾ കൈക്കൊണ്ട ഒരു മാധ്യമ പ്രവർത്തക. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അഭിമാനം കൊള്ളുന്നു. കേരളത്തിന്റെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാകുന്ന അഥവാ മന്ത്രിയാകുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്
ആര്? വീണ ജോർജ്. ഇത് കൈയടിക്കേണ്ട കാര്യം തന്നെയല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഒരു നേട്ടം മാധ്യമ ലോകത്തിന് വേറെ എന്താണുള്ളത്? വീണ ജോർജിനെ പോലെയുള്ള കരുത്തയായിട്ടുള്ള ഒരു സ്ത്രീയെ വളരെ ശക്തമായ നീക്കത്തിലൂടെ പിണറായി 2.0 ആരോഗ്യമന്ത്രിയാക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുകയില്ല. എന്തായാലും മുതുമുത്തച്ഛന്മാരെ മുഖ്യമന്ത്രിയാക്കുകയും ഒപ്പോൾ മുത്തച്ഛന്മാരെ മന്ത്രിയാക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ ആ പഴയ രീതിയോട് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് പിണറായി 2.0 വരുമ്പോൾ ചില ആളുകൾ ചോദിക്കുകയാണ്, പിണറായിയെ മാറ്റുന്നില്ലേ എന്ന്. പിണറായി ക്യാപ്റ്റനാണ്. ധോണി ഒരു നിശ്ചിത വർഷത്തോളം അതായത് ക്യാപ്റ്റനായി തന്നെ ഉണ്ടാകും. പക്ഷേ ധോണിക്ക് കീഴിലുള്ള കോഹ്ലിമാറും റൈനമാറും അങ്ങനെ തുടങ്ങുന്ന നല്ല കളിക്കാരായിട്ടുള്ള താരങ്ങളെ അടക്കം ചിലപ്പോൾ മാറ്റി നിർത്തും. അത് ഒരു കാലത്തിന് ശേഷമാണ്. കാരണം ക്യാപ്റ്റന് കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിണറായി ക്യാപ്റ്റനാണ്. അദ്ദേഹം തുടരട്ടെ. എന്തായാലും ആഭ്യന്തരം എന്നുള്ള കാര്യം അതിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൽ പരാജയം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാം കൊണ്ടും 100% മാർക്കിട്ട് തരാൻ വേണ്ടി പറ്റുന്ന ഒരു സർക്കാർ തന്നെയാണ് പിണറായി 2.0. പിണറായി 1 കിഡിലൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.